ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനുമൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. കടുകും പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. മീഡിയം വലിപ്പമുള്ള 2 സവാള കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടണം. സവാള വഴണ്ട് വരുന്നതിനോടൊപ്പം തക്കാളിയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലാക്കി പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പൊട്ടറ്റോ കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലാക്കി മസാലയും പൊട്ടറ്റോയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്ത് മസാല നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കറിക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കറിയെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. വളരെ സ്വാദിഷ്ടമായ ഒരു അടിപൊളി ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.